മാഡം നമസ്കാരം. തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിലെ രംഗം യൂട്യൂബിൽ ഹിറ്റായി പ്രചരിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന മലയാള സിനിമ പ്രേക്ഷകർ കാണുകയാണ്, തമിഴ്നാട്ടിലെ പ്രേക്ഷകർ. ആ പ്രേക്ഷകർ ഈ സിനിമയുടെ അവസാന ഭാഗം എത്തുമ്പോൾ ഈ ഗുണ കേവിൽ വീണ സുഭാഷിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് കമലഹാസന്റെ ഗുണ എന്ന് പറയുന്ന പടത്തിലെ പാട്ട് അത് പ്ലേസ് ചെയ്യാണ്. ആ ഉയരുന്നു, പാട്ട് വീഴുന്നു. ആ സമയത്ത് പ്രേക്ഷകർ ഒന്നടങ്കം, ഇവിടുത്തെ പ്രേക്ഷകരല്ല, തമിഴ്നാട്ടിലെ പ്രേക്ഷകർ ഒന്നടങ്കം കൈയടിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മൊബൈലിലെ വെളിച്ചമൊക്കെ ഓണാക്കി ആ പാട്ടിലെ വരികൾ അവർ ഏറ്റുപാടുകയാണ്. മലയാള സിനിമ വലിയ മാറ്റത്തിലാണ്. മലയാള സിനിമ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? മലയാള സിനിമയ്ക്ക് എന്ത് മാറ്റമാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകണം. 24 ബാഹുബലിയുടെ അവിടെ നിന്നാണ് സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് പാൻ ഇന്ത്യ പ്രസൻസ് കിട്ടുന്നത്. ബാഹുബലി വന്ന് അങ്ങനെ പിന്നെ ബാഗ്മതി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ അതെല്ലാം സൗത്ത് ഇന്ത്യൻ സിനിമയാണ്. അത് വന്നിട്ട് ബോളിവുഡ് സിനിമയെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. ബോളിവുഡ് സിനിമ ഏതെങ്കിലും ഒന്ന് ഹിറ്റായിട്ടുണ്ടോ? അതിനുശേഷം ഇല്ല, ഒന്നും ഹിറ്റായിട്ടില്ല. പിന്നെ മലയാളം സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പണ്ടത്തെ കൺസെപ്റ്റിൽ എല്ലാ സിനിമകളിലും അച്ഛൻ കാണും, അമ്മ കാണും, മുത്തശ്ശി കാണും, ഒരു കാര്യസ്ഥനോ അമ്മാവനോ അങ്ങനെ ഒരു കഥാപാത്രം കാണും. ഇപ്പം മലയാള സിനിമയിൽ അതൊന്നുമില്ല. അത് നമ്മൾ അറിയാതെ തന്നെ ആ കഥാപാത്രങ്ങളൊക്കെ അപ്രത്യക്ഷമായി. അവരൊന്നും വേണ്ട, ഇപ്പൊ അവർ വേണ്ട. ഇപ്പം ആർക്കും ഒരു റൂട്ട് അറിയണമെങ്കിൽ ആ റൂട്ട് ഒരു ഡയലോഗില് ഒരു ഇന്ന ആളിന്റെ മകൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവിടെ തീരുന്നു. അല്ലാതെ അച്ഛനൊരു പ്രമാണിയായിരുന്നു, അച്ഛൻ എന്തായിരുന്നു, അതൊന്നും ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് താല്പര്യമില്ല. പ്രേക്ഷകർക്ക് ഡയറക്റ്റ് സിനിമ കാണുക, അല്ലാതെ പഴയ 4 കെട്ടിൻ്റെ എണ്ണയുടെ ഗന്ധം അത് ഇപ്പോഴത്തെ സിനിമയ്ക്ക് ആവശ്യമില്ല. ബ്രഹ്മയുഗം നോക്ക്. ബ്രഹ്മയുഗത്തിൽ ആ 3 പാണൻ, ആ പാണൻ എന്ന ക്യാരക്ടർ ആരാണെന്ന് ആരും അറിയുന്നില്ല. ആരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഓഡിയൻസിന്റെ മനസ്സിലോട്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല. പാണൻ അവിടെ എന്തിനു വന്നു, അവിടെ എന്താണ് ഡെവലപ്മെന്റ് നടക്കുന്നത്, അതിലാണ് ഇത് സിനിമ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് അതുകൊണ്ട് എന്ത് വരുന്നു, അല്ലെങ്കിൽ പാണനെ അവിടുന്ന് രക്ഷപ്പെടാൻ ഒക്കുന്നുണ്ടോ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കോമഡി, പണ്ടാണെങ്കിൽ കോമഡി സിനിമയിൽ കൊമേഡിയൻസ് ആയിട്ട് കുറേ പേരുണ്ട്, അവർ കാണിക്കുന്ന സ്ലാപ്സ്റ്റിക് കോമഡിയും എല്ലാം. ഇപ്പം അത് ആവശ്യമില്ല. പിന്നെ പാട്ടുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞില്ലേ? ഒട്ടുമുക്കാൽ സിനിമകളിലും പാട്ടില്ല, പാട്ടിൻ്റെ ആവശ്യമില്ല. ഈ പാണൻ തന്നെ ബ്രഹ്മയുഗത്തിൽ പാടുന്ന ഒരു പാട്ടാണെങ്കിലും അതൊരു പാട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല, എന്തോ ഒരു കഥ പറയുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. ഒരു പഴയ കാല കഥ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം സിനിമയിൽ പാട്ടിനും പ്രാധാന്യം ഇല്ലാത്ത ഒരു ഘട്ടം വരെ എത്തി നിൽക്കുകയാണ്. അതാണ് മലയാള സിനിമയിലെ ഗ്രോത്ത്. അതെ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ സിനിമയുടെ കണ്ടന്റ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പൊ പഴയതുപോലെ അഭിനയിക്കുന്ന നടൻ സുന്ദരനാകണമെന്നൊന്നുമില്ല, ഇല്ല ഒരു സൂപ്പർ സ്റ്റാർ ആകണമെന്നില്ല. സിനിമയുടെ ഈ മേക്കിംഗ് രീതി തന്നെ മാഡം ഈ പറഞ്ഞതുപോലെ മാറിപ്പോയി, പ്രേക്ഷകന്റെ അഭിരുചിയും മാറിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭ്രമയുഗം പോലെയുള്ള ഒരു സിനിമ വലിയ ഹിറ്റായി മാറുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, അതിനകത്ത് മറ്റ് ഇപ്പോൾ സ്റ്റണ്ടോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മറ്റ് ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു പടമാണ്. പക്ഷെ അത് തിയേറ്ററിൽ കാണാൻ ആളുകൾ ഉണ്ടാകുന്നു. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട്, എൻ്റെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇപ്പോഴത്തെ ഓഡിയൻസിന് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ
എന്താണെന്ന് തുടക്കം അറിയാനുള്ള മുതൽ ഒരു അവസാനം കൗതുകം. വരെ ഉം, ഉം, പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ആ ഡയറക്ടറിന്റെ ഒരാളുടെ കഴിവാണ്. ഉം, അയാളുടെ ആ ഡെയറിങ് ആണ്, ഉം, ടു ടേക്ക് ദ റിസ്ക്. ഉം. അപ്പം ആ റിസ്ക് എടുത്തു, അയാൾ വിജയിച്ചു. അതിനുശേഷം വന്ന സിനിമ അത് ഈ ഫെബ്രുവരി മാസത്തിൽ ഉം. അതോടൊപ്പം വന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ്, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇങ്ങനെ പറയുന്ന ഈ സിനിമകളെല്ലാം തന്നെ തമിഴ്നാട്ടിലും ആരെങ്കിലും സ്റ്റാർസ് ഉണ്ടോ അതില്? ഇല്ല. ഒരു സ്റ്റാർ പ്രേമലുവിലൊക്കെ പയ്യനാ അഭിനയിക്കുന്നത്. അപ്പൊ ഇത് ഈ മഞ്ഞുമൽ ബോയ്സ് അതെ എന്ന് പറയുന്നത് പോലും മലയാളത്തിലെ വലിയ താരനിരയില്ലാത്ത ഒരു വലിയ സിനിമയാണ്. താരനിരയില്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ ഓടുന്നു, തെലുങ്കിൽ ഓടുന്നു. അപ്പം ദക്ഷിണേന്ത്യ ഒട്ടാകെ സിനിമ വലിയ വിജയം ആവുന്നു ഈ സിനിമകളെല്ലാം. അതിനുശേഷം വന്ന സിനിമകളുണ്ട്. ആടുജീവിതം. ആടുജീവിതവും അത്തരത്തിൽ പ്രേക്ഷകരെ ആകർഷിച്ച ഒരു സിനിമയാണ്. അതുപോലെ തന്നെയാണ് ആടുജീവിതത്തിന് ഇടയ്ക്ക് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ കണ്ടതാണ്. അതൊരു ഫാൻസി ഡ്രസ്സാണെന്ന്. അത് ഫാൻസി ഡ്രസ് എന്ന് പറയുന്ന ആൾക്കാർക്കും ഫാൻസി ഡ്രസ് എന്ന് തോന്നിയത്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ഞാൻ ഒരു സിനിമയായിട്ട് കാണുന്നതാണ്. അല്ലാതെ ഇന്ന ആൾ അഭിനയിച്ചോ അല്ലെങ്കിൽ ഇന്ന ആൾ ഡയറക്റ്റ് ചെയ്തോ അതൊന്നുമല്ല. ഒരു സിനിമ എങ്ങനെ എടുക്കുന്നു, ആ സിനിമയുടെ മേക്കിംഗ് എങ്ങനെയാണ്, എനിക്ക് ആ സിനിമ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ നമുക്കിപ്പം പുതിയ സിനിമകൾ വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമ ആവേശം, ഫഹദ് ഫാസിലിന്റെ ആവേശമൊക്കെ വലിയ ആവേശമാണ് ദക്ഷിണേന്ത്യ ഒട്ടാകെ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് മാറുന്ന ഒരു സിനിമയായി മാറിയോ? മലയാള സിനിമയുടെ ഗ്രാമറേ മാറിയില്ലേ? പണ്ട് അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും അങ്ങനെയൊക്കെയുള്ള ക്ലാസിക് ആയിട്ടുള്ള സംവിധായകർ അവരതിനൊരു ഗ്രാമർ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊന്ന് ചലിക്കാതെയാണ് സിനിമ ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ സെയ്ദ് മാധവൻ സാറ്, വിൻസൻ സാറ്, ഇവരെല്ലാം ഒരു ഗ്രാമർ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇപ്പോഴത്തെ സിനിമയ്ക്ക് ഒരു ഗ്രാമറും ഇല്ല. ആ ഗ്രാമറിന്റെ നോംസ് പറഞ്ഞാല് മോഹൻലാലിന്റെ ആ മണിച്ചിത്രത്താഴിലെ ഒരിത് എടുത്തു പറയുന്ന ഉദ്ധരിക്കുന്ന കണക്കിരിക്കും. എല്ലാ നോംസും പൊട്ടിച്ച് ഒരു അതിൻ്റെതായ വഴിക്ക് പോവുകയാണ് ഓരോ സിനിമയും. അപ്പോൾ ഒരു സിനിമ നമുക്ക് ഇന്ന രീതിയിൽ ക്ലാസിഫൈ ആക്കൂല. മറ്റാണെങ്കിൽ നമുക്ക് പറയാം കോമഡിയാണ്, ട്രാജഡിയാണ്, നമുക്ക് അങ്ങനെ പലതും പറയാൻ നോക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആ ഓരോ സിനിമയും ഇപ്പം പ്രേമലു അല്ല മഞ്ഞുമൽ ബോയ്സ്, ഇത് രണ്ടും അല്ല ബ്രഹ്മയുഗം, ഇത് മൂന്നും അല്ല ആടുജീവിതം. അപ്പൊ എല്ലാം വ്യത്യസ്തമായിട്ട് ഇൻ എ ക്ലാസ് ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാം അതിൻ്റെതായ ഒരു ക്ലാസ് നിൽക്കുകയാണ്. കാരണം അതിന്റെ പിന്നിലും ആരുമില്ല, മുന്നിലും ആരുമില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിനിമ ശരിക്കും പറഞ്ഞ സക്സീഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാര് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. അവരുടെ ചിന്തയ്ക്ക് ആ ലിമിറ്റില്ല. കാരണം നമ്മളുടെ ചിന്തയ്ക്ക് ഇടുന്ന ലിമിറ്റാണ് ദ ഉള്ളി ലിമിറ്റ്. നമ്മളുടെ ചിന്തയ്ക്ക് ലിമിറ്റ് ഇല്ലാതെ ചിന്തിച്ചാല് നല്ലൊരു സിനിമ കിട്ടും. ഏത് വിഷയവും എടുക്കാം. അതല്ലേ മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു വിഷയം, അല്ലെങ്കിൽ പ്രേമലു, ആവേശം, ആടുജീവിതത്തിന്റെ ആ ഒരു കഥാപാത്രം. അങ്ങനെ അതിൽ കുറച്ച് ലാഗ് ഉണ്ട്. പക്ഷെ ആ ലാഗ് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ട്. ആ ലാഗ് ഇല്ലെങ്കിൽ ആ സിനിമയില്ല. പണ്ടത്തെ പോലെ ഈ പ്രേക്ഷകർ ഇടയ്ക്ക് പറയും ഭയങ്കര ലാഗാണ് എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാതെ ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ലാഗ് ഉണ്ടെങ്കിൽ പോലും അത് ആ സിനിമയ്ക്ക് മാഡം പറഞ്ഞ പോലെ സിനിമയ്ക്ക് ആവശ്യമാണ് ആ ലാഗ് എന്നുള്ളത് കൊണ്ട് പ്രേക്ഷകൻ അതും ആസ്വദിക്കുന്നുണ്ട്. ആ ലാഗും ദൃശ്യമാണോ അതെ, അത് കഴിഞ്ഞിട്ട് ഏതൊരു സിനിമ വന്നു, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ലാഗാണ്. എനിക്ക് തോന്നുന്നു ടൊവിനോയുടെ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും. അതിൽ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഒരു ചെറിയ ലാഗ് കണക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ ലാഗ് അതിന്റെ സിനിമയുടെ പാർട്ട് ആൻഡ് പാർസലാണ്. ആ ലാഗ് ഇല്ലെങ്കിൽ ആ സിനിമയില്ല. അപ്പൊ ചില സിനിമകളിൽ അങ്ങനത്തെ ഒരു ലാഗ് വേണ്ടി വരും. എന്നും വേണ്ട അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ കണക്കല്ല. അടൂർ ഗോപാലകൃഷ്ണൻ
ലൈഫിന് അതേ കണക്ക് ഒരു എലിപ്പത്തായം എന്ന് പറഞ്ഞ സിനിമയിലാണ് എലിയെ പിടിക്കാൻ പോണ എങ്ങനെയാണോ മനുഷ്യൻ എലിയെ പിടിക്കുക അത് അതേ കണക്കങ്ങ് ഒപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ സെൻസിബിലിറ്റി വളരെ ഉയർന്ന ഒരു ഡയറക്ടറാണ്. പക്ഷെ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിൽ വെറും ചെറുപ്പക്കാര്. ഒരു ചെറുപ്പക്കാരാണല്ലോ അവരുടെ ചിന്താശേഷി നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള ചിന്ത മാത്രമല്ല ആ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങള്. പിന്നെ ഈവൻ ആ ഒരു കാസ്റ്റിംഗ് പണ്ട് തോന്നുന്നുണ്ടോ 3 പേരെ വെച്ച് സിനിമ എടുക്കാക്കുന്നു? പറ്റില്ല. മുമ്പൊരു സിനിമ വന്നിട്ടുണ്ട്, അതില് 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ തുടക്കം മുതല് ഫസ്റ്റ് ഹാഫ് വരെ. ഏത് സിനിമ എന്ന് പറയാമോ? 2 ക്യാരക്ടേഴ്സ് മാത്രമുള്ള സിനിമ. ഭാർഗവി നിലയം. അതില് ഫസ്റ്റ് ഹാഫ് വരെ മധുവും ഭാർഗവിയുടെ ആ ഒരു ഭാർഗവി അപ്പോഴും വരുന്നില്ല, ഭാർഗവി പിന്നെയാണ് വരുന്നത്. ഈ മധു മാത്രമായിട്ടാണ് ആ സിനിമ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ എവിടെയും ബോറടിച്ചിട്ടില്ല, ആൾക്കാർക്ക് എവിടെയും ബോറടിച്ചിട്ടില്ല. ചായക്കടയിലൊക്കെ പോണു, ആ ക്യാരക്ടേഴ്സ് ഒക്കെ 1 മിനിറ്റ് പോലും ഇല്ല, കുറച്ച് സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ ചായക്കടയിലൊക്കെ ഉള്ള സീൻ. പക്ഷേ അതിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും മധു മാത്രമാണ്. ഭാർഗവി എന്നുള്ള ആ ഒരു കഥാപാത്രത്തിനെ കാണിക്കുന്നില്ല. പക്ഷെ നമുക്ക് ആ ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാക്കും ഭാർഗവി എന്നൊരു കഥാപാത്രമുണ്ട്, അവര് രംഗത്ത് വന്നിട്ടില്ല, പക്ഷെ അവരെവിടെയൊക്കെ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാക്കും. അപ്പം ഈ നമുക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കോവിഡിന് ശേഷം OTT-യിലേക്ക് സിനിമയുടെ ശ്രദ്ധ മാറി, പ്രേക്ഷകരും അങ്ങോട്ട് പോയി. വീട്ടിലിരുന്ന് തന്നെ മൊബൈലിൽ നമുക്ക് സിനിമ കാണാം. തിയേറ്ററിലേക്ക് ആളുകൾ എത്താത്ത ഒരു കാലം വന്നു. ഈ കോവിഡ് സമയത്തൊക്കെ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് തിയേറ്ററുകൾ തുറന്നെങ്കിലും തിയേറ്ററിലേക്ക് കാരണം ദിവസവും സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഏതൊക്കെ സിനിമ വന്നു, ആരൊക്കെയാണ് എന്നുള്ളതൊന്നും പ്രേക്ഷകന് മനസ്സിലാകാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിയേറ്ററിൽ നിറയെ ആളുണ്ട്, തിയേറ്ററുകാരന് മുതലാളിക്ക് പൈസ കിട്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, തിയേറ്ററിലേക്ക് ആള് വരുന്നു എന്നുള്ളതാണ്. തിയേറ്ററിലേക്ക് ആള് വരുന്നത് ഇപ്പോൾ ഒരു സിനിമ, പ്രമേയുഗം പോലെയുള്ള ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയാൽ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, അത് ഈ ചെറിയ സ്ക്രീനിൽ കണ്ടാൽ ആ സിനിമയായി ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള ബോധം പ്രേക്ഷകനുണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതുപോലെ തിയേറ്ററുകൾ ആളെ കൂട്ടുന്ന സിനിമകൾ ഇനിയും ഉണ്ടാകാൻ ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമോ, അതോ ഏതെങ്കിലും സമയത്ത് അത് മാറുമോ? അല്ല, ഈ ട്രെൻഡ് തുടരും. കാരണം ഇപ്പം ഈ പറഞ്ഞ സിനിമകളൊക്കെ തന്നെ ഞാൻ ഉൾപ്പെടെ 2 തവണ പോയി കണ്ടു. ഒരു തവണ കണ്ടിട്ട് തൃപ്തി വന്നില്ല, ഒന്നുകൂടെ കാണണം. അപ്പൊ ആ സിനിമയിൽ എന്തോ ഉണ്ട്, അത് നമ്മൾ 2ാമതും കാണിക്കാനായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നു. ജയറാമിന്റെ ഹോസ്റ്റലർ, എബ്രഹാം ഹോസ്റ്റലർ, അതും ഞാൻ 2 തവണ പോയി കണ്ടു. അതിലിപ്പോ എന്തോ ഒരു സം മാജിക് ഇസ് ദേ. അവിടെ നമ്മളെ ഈ കോവിഡിന് മുമ്പുള്ള സിനിമകളൊന്നും നമ്മൾ 2 തവണ കണ്ടിട്ടില്ല. 2 തവണ കണ്ടിട്ടുണ്ടെങ്കിൽ 5ാം പാതിരയാണ്. കാരണം അതൊരു ട്രെൻഡ് സെറ്റിംഗ് സിനിമയായിരുന്നു. പക്ഷെ അതിനുശേഷം അതിന് മുമ്പത്തെ ഏതെങ്കിലും സിനിമ നമ്മൾ 2 തവണ പോയി കാണോ? ഇല്ല, എല്ലാവരും തവണ കണ്ട് പിന്നെ TV-യിൽ കാണും. ഇത് മാത്രം നമ്മള് ടൈറ്റാനിക് അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള സിനിമ. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. സിനിമയുടെ മാഡം പറഞ്ഞ പോലെ സിനിമയുടെ മാജിക് അറിയാവുന്ന പുതിയ ചെറുപ്പക്കാർ ഇനിയും കടന്നു വരട്ടെ, സിനിമ നമ്മളെ ഭ്രമിപ്പിക്കട്ടെ, തിയേറ്ററുകളിൽ ആള് നിറയട്ടെ, മലയാള സിനിമയുടെ ഖ്യാതി ഇന്ത്യയെമ്പാടും ലോകമെമ്പാടും വ്യാപിക്കട്ടെ, വളരട്ടെ, വ്യാപിക്കട്ടെ.